നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ സംബന്ധിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ കെട്ടിടം തകർന്നുള്ള അപകടവും. ഏതായാലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഒപ്പം തന്നെ വിദേശ വാർത്തകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കുടിയേറ്റ സാമ്പത്തിക നയങ്ങളിൽ വലിയ മാറ്റം ലക്ഷ്യമിട്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് US കോൺഗ്രസിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ബജറ്റ് ബില്ല് ജനപ്രതിനിധി സഭയിൽ പാസ്സായി. ഏതായാലും ബില്ലിൽ USന്റെ സ്വാതന്ത്ര്യദിനമായി ഇന്ന് ട്രംപ് ഒപ്പുവയ്ക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാർത്തകൾ നിരവധിയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകട മരണത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. രക്ഷാപ്രവർത്തനം വൈകിയത് അന്വേഷിക്കും. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം രാവിലെ 11-ന്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ഭരണഘടന നൽകുന്ന അധികാരം കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തണമെന്ന് കോടതി. പ്രതീക്ഷയോടെ ദുരന്തബാധിതർ. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കി ജനപ്രതിനിധി സഭ. ട്രംപ് ഇന്ന് ബില്ലിൽ ഒപ്പുവയ്ക്കും. ക്രൂരമായ ബില്ലെന്ന് ജോ ബൈഡൻ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് കൊലപാതകം നടന്ന സ്വകാര്യ ലോഡ്ജ് അനധികൃതമെന്ന രേഖകൾ. കോർപ്പറേഷൻ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ലോഡ്ജിനെതിരെ നടപടിയെടുക്കാതെ അധികൃതർ. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് പതറുന്നു. 25 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടം. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 587 റൺസ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഡബിൾ സെഞ്ചുറി. ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്നു വീണ് രോഗിയുടെ അമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജില്ലാ കളക്ടർ ഇന്ന് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് അന്വേഷണം ആരംഭിക്കും. പ്രശാന്ത ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത, ഇന്നിപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സംഭവസ്ഥലത്തെത്തി വിശദമായൊരു പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. എപ്പോഴാകും ഈ ഒരു സംഘം അവിടെ എത്തുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി പരിശോധനകൾ ആരംഭിക്കുക, അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്ന ഈ സംഭവത്തിന് അപകടത്തിന് ദൃക്സാക്ഷികളായവരുടെ അടക്കം മൊഴികൾ ശേഖരിക്കുകയും വിവരങ്ങൾ തേടുകയും ചെയ്യും. ഒപ്പം വിദഗ്ധരെയും പങ്കെടുപ്പിച്ച് എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിന് കാരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനകളും ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. ഏതായാലും ഇന്ന് രാവിലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി പരിശോധനകളും അന്വേഷണവും ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒട്ടും വൈകില്ല, ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം അതേസമയം ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ വലിയ പ്രക്ഷോഭം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് അത് കൂടുതൽ ശക്തമാക്കിയേക്കും. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം വലിയ UDFന്റെ വലിയൊരു നേതൃനിര കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഇവർ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കും. ഇവിടെ നിന്നും മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയ രോഗികളെ നേരിൽ കണ്ട് സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം 10 മണിയോടെ ശക്തമായ ഒരു പ്രതിഷേധ സമരം കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ സംഘടിപ്പിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിരിക്കും സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മുൻ മന്ത്രി KC ജോസഫ്, ആന്റോ ആന്റണി MP, ചാണ്ടി ഉമ്മൻ MLA, അങ്ങനെ വലിയൊരു UDF നേതാക്കളുടെ വലിയൊരു നിര തന്നെ
ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ ഈ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞതിന്റെ പേരിൽ ചാണ്ടി ഉമ്മൻ MLA-ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതും പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടാനുള്ള ഇന്നും വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രശാന്ത്, ഈ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? തീർച്ചയായും ഈ ബിന്ദുവിന്റെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. വൈകിട്ട് രാത്രി 7 മണിയോടെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ന് രാവിലെ 11 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തും. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഈ ബിന്ദുവിന്റെ മകൾ നവമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നവമിയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു ബിന്ദുവും ഭർത്താവും. ഇതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് മകൾ നവമി ഇന്നലെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. മകൻ എറണാകുളത്ത് പഠിച്ചു ഒരു വിദ്യാർത്ഥിയാണ്. മകനും ഇന്നലെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഏതായാലും വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിഞ്ഞത്. ഒരു കുടുംബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അത്താണിയായിരുന്ന വീട്ടമ്മയാണ് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഇന്ന് ധാരാളം ആളുകൾ ഈ മരണം നടന്ന വീട്ടിലേക്ക് എത്തും. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെയൊക്കെ അടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ രാവിലെ 11 മണിയോടെ വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശ്രീകാന്ത. ശരി, കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് പങ്കുവച്ചത്. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ച ഈ ഒരു സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. KSU, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. രാവിലെ BJPയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ആരോഗ്യമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാകും ഇന്നും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക. അത് പരിഗണിച്ച് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയും ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് ചുറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചേരുന്നുണ്ട്. പ്രധാനമായ ആരോഗ്യ മേഖലയ്ക്ക് എതിരെ, അതായത് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയൊരു പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നടന്നു വരുന്നുണ്ട്. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് രീതിയിലാകും ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാവുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാർത്തിക, ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ആരംഭിച്ചത്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലായിരുന്നു ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണുകൊണ്ട് ഒരാൾ മരിക്കാനിടയായ സാഹചര്യം കൂടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. അതിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും നടന്നിരുന്നു. അതിൽ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഇന്നലെ മന്ത്രിയുടെ വീടിന് മുന്നിൽ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തി ഈ കാര്യങ്ങൾക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വൈകിപ്പോയി എന്ന ആരോപണം ശക്തമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സൂപ്രണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ആ ആരോപണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇന്ന് മന്ത്രിയുടെ വസതിയിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കും അടക്കം പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. ഇന്ന് ഏറ്റവും പ്രധാനമായി BJPയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. അതും ശക്തമായ പ്രതിഷേധവുമായി മാറാനാണ് സാധ്യതയുള്ളത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രതിഷേധം തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ടാവുകയും ചെയ്തു. ഇന്നും ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ മന്ത്രിയുടെ വസതിയിലേക്ക് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വൈകിട്ടാണ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ച്. ഇന്ന് 10 മണിയോടുകൂടി BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടക്കും. അതേ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റിലേക്കും വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ മാർച്ചുകൾ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടും ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തുതന്നെയായാലും ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ
സ്വീകരിക്കേണ്ട തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മാർച്ചുകളും പ്രതിഷേധ പരിപാടികളും നടക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ അറിയാവുന്ന പോലെ തന്നെ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അടക്കം ഇതിനോടകം തന്നെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കോട്ടയത്തെ പ്രശ്നം കൂടി, കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം കൂടി ഉയർന്നു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇക്കാര്യം പരിഗണിക്കും. ഒപ്പം തന്നെ മന്ത്രിയുടെ കാര്യത്തിൽ എന്ത് വിശദീകരണമായിരിക്കും CPM സെക്രട്ടേറിയറ്റ് നൽകുക എന്നതാണ് ഇനി നമുക്കറിയാനുള്ളത്. ഒപ്പം തന്നെ ഗവർണർക്കെതിരായി നടക്കുന്ന പ്രതിഷേധ പരിപാടികളും ഒപ്പം തന്നെ അത് സ്വീകരിക്കേണ്ട മറ്റ് നടപടികളും അടക്കം ഇന്നത്തെ യോഗം രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. അക്കാര്യം ഉൾപ്പെടെ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ട തീരുമാനങ്ങൾ അറിയിക്കും. ശരി രജിത്ത്, ഏതായാലും ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് CPM-ന് മുന്നിലെ വലിയൊരു കീറാമുട്ടയായുള്ളത്. ഇതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് തന്നെയാകും ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രധാനമായും ചർച്ചയാകും. ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും മകളുടെയും സത്യവാങ്മൂലവും കോടതി പരിഗണിക്കും. ഹർജി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണമെന്നാണ് വീണയും CMR-ലും ആവശ്യപ്പെടുന്നത്. പ്രവർത്തകനായ MR അജയനാണ് ഹർജിക്കാരൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ T, CMRL കമ്പനി, കേന്ദ്ര സർക്കാർ തുടങ്ങി 20ഓളം പേരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. ആദായ നികുതി വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പടി കേസിൽ CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അതേസമയം മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ഭരണഘടന നൽകുന്ന അധികാരം കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞിരുന്നു. പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ. അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാജേഷ്, ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ് ദുരന്തബാധിതർ. എപ്പോഴാകും ഈ ഒരു ഹർജി പരിഗണിക്കുക? എന്തൊക്കെ കാര്യങ്ങളാകും എന്ന് കേന്ദ്രം വെളിപ്പെടുത്തുക? കാർത്തിക, ഹൈക്കോടതി പല തവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തിട്ടില്ല. ഒരു ഘട്ടത്തിൽ കോടതി തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിനോട് പറയുകയുണ്ടായി, നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കൂ, വായ്പ എഴുതിത്തള്ളുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, അത് ഉപയോഗിക്കുവാനാണ് ഈ ദുരന്തബാധിതരെ രക്ഷിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുവാനാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത് എന്ന് വരെ പറഞ്ഞു. അതിന്റെ വിശദമായിട്ട് ഒരു മറുപടി തരാൻ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിൽ കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനോട് ആവർത്തിച്ച് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. ഈ ദുരന്തബാധിതരുടെ ഇത്രയും പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് വായ്പയും കൂടി അടയ്ക്കേണ്ടി വരുന്നത് അത് എഴുതിത്തള്ളണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടുള്ളത്. അതൊരു ആവശ്യം മാത്രമാണ്, നിർദ്ദേശമായിട്ടൊരു ഉത്തരവായിട്ടല്ല നൽകിയിട്ടുള്ളത്. എങ്കിലും അത് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആവർത്തിച്ച് ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ ഹൈക്കോടതി ഈ കാര്യം ഉന്നയിക്കുന്നത്. ഇന്ന് ഏതായാലും കേന്ദ്ര സർക്കാർ വിശദമായ മറുപടി സത്യവാങ്മൂലം മറുപടി പറയണം. കേന്ദ്ര സർക്കാരോട് പറയുന്നത്, നിങ്ങൾ ഈ വായ്പ എഴുതിത്തള്ളാനുള്ള എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കൂ, എന്നിട്ട് ഈ ജനങ്ങളെ രക്ഷിക്കൂ എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതെയോ? ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് കൊലപാതകം നടന്ന സ്വകാര്യ ലോഡ്ജ് അനധികൃതമെന്ന രേഖകൾ. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ലോഡ്ജിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മെല്ലെപ്പോക്ക് തുടരുകയാണ്. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ലോഡ്ജിനെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. വയനാട് റോഡിൽ സ്വകാര്യ ആശുപത്രിയുടെ സമീപമാണ് ലോഡ്ജിന്റെ പ്രവർത്തനം. 2024 നവംബർ 25 നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് ഈ ലോഡ്ജിലാണ്. കോർപ്പറേഷന്റെ പരിശോധനയിൽ ലോഡ്ജിന് അനുമതിയില്ലെന്ന് അന്നേ വ്യക്തമായിരുന്നു. പുതിയ ഉടമകളാണിപ്പോൾ ലോഡ്ജ് നടത്തിപ്പുകാർ. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ലോഡ്ജിന് ആരോഗ്യ വിഭാഗം പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല. അനധികൃത ലോഡ്ജ് അടച്ചുപൂട്ടണമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. ഈ ബിൽഡിംഗ് ഇതിനു മുന്നേ കുറേ ആൾക്കാർ നിൽക്കുന്നൊരു സ്ഥാപനങ്ങളുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗ് ഏതൊരു പുതിയ ആളെടുത്തതിന് ശേഷം അവരിത് നേരെ ടൂറിസ്റ്റ് ഹോമായിട്ട് മാറ്റി. ഈ ടൂറിസ്റ്റ് ഹോമായിട്ട് മാറ്റുമ്പോൾ ആ പഴയ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിലല്ല ശരിക്കും ബിൽഡിങ്ങിൻ്റെ വരുന്നത്. ആ ബിൽഡിംഗ് പെർമിറ്റ് അല്ലാതെ വേറെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് വേറെ എന്തൊക്കെയോ കൈക്കൂലികൾ കൊടുത്ത് കോർപ്പറേഷനിൽ അഴിമതികൾ നടത്തിയാണ് ഈ ബിൽഡിംഗ് ഇപ്പോൾ ഈ പറഞ്ഞവർ പ്രവർത്തിക്കുന്നത്. ലോഡ്ജിന്റെ പ്രവർത്തനാനുമതിക്കുള്ള അപേക്ഷ സമർപ്പിച്ചെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം നിരസിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ട് ലോഡ്ജിനെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്ന കാര്യത്തിൽ മാത്രം
അധികൃതർക്ക് ഉത്തരമില്ല. ലോഡ്ജ് ഉടമയുടെ ഉന്നതതല ബന്ധങ്ങളാണ് നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ കോർപ്പറേഷനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്യാമറാമാൻ മനോജിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ജനപ്രതിനിധി സഭയിൽ പാസായി. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ 218-214 വോട്ടിന് ബില്ല് പാസായി. അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമായി ഇന്ന് ട്രംപ് ബില്ലിൽ ഒപ്പുവയ്ക്കും. വിക്ടറി, വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ US കോൺഗ്രസിൽ പാസായി. ഇനി പ്രസിഡന്റ് ട്രംപിന്റെ മേശയിലേക്ക്. വൈറ്റ് ഹൗസ് എക്സിൽ കുറിച്ച വരികൾ ഇങ്ങനെയാണ്: അങ്ങനെ വിമർശനങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭിന്നതയും മറികടന്ന് ട്രംപ് തന്റെ സ്വപ്ന ബിൽ പാസാക്കി. I think when you go over the bill, it was very easy to get him to a yes. You know, we went over that bill, and point after point, biggest tax cut in history, great for security, great on the southern border, immigration is covered. We covered just about everything. Again, it's the biggest bill ever signed of its kind. കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് വൻ തുക ചെലവിടാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2017 ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ കൊണ്ടുവന്ന താൽക്കാലിക നികുതി നിർദ്ദേശങ്ങൾ സ്ഥിരമാക്കാനും 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നൽകിയ വാഗ്ദാനങ്ങളുമായി മുന്നോട്ടു പോകാനും ഇതോടെ ട്രംപിന് കഴിയും. ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളിലെ വിഹിതം വെട്ടിക്കുറയ്ക്കുകയും പ്രകൃതി സൗഹൃദ ഊർജ്ജ പദ്ധതികൾക്കുള്ള ഇളവുകൾ നിർത്തലാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം US സെനറ്റിൽ ബില്ല് പാസ്സായിരുന്നു. സെനറ്റിലെ 100 അംഗങ്ങളിൽ 50 പേർ അനുകൂലിച്ചും 50 പേർ എതിർത്തും വോട്ട് ചെയ്തു. സെനറ്റ് അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് JD വാൻസ് അനുകൂലിച്ച് വോട്ട് ചെയ്തതോടെയാണ് ബിൽ സെനറ്റ് കടന്നത്. അതേസമയം ക്രൂരമായ ബജറ്റ് ബിൽ എന്നാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിച്ചത്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ എടുത്തു കളയുന്നതാണ് ബില്ലെന്നും ശതകോടീശ്വരന്മാർക്ക് വൻതോതിൽ നികുതി ഇളവ് നൽകുന്നതിനാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ ബില്ലിലെ നിർദ്ദേശങ്ങൾക്കെതിരെ സ്പേസ് എക്സ് ഉടമയും ട്രംപിന്റെ സുഹൃത്തുമായ ഇലോൺ മസ്ക് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് 2 അംഗങ്ങളും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് ഗവർണർ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയത്. ആത്മീയതയ്ക്കൊപ്പം മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ ആശയങ്ങളെയും പ്രവർത്തികളെയും ഗവർണർ പ്രകീർത്തിച്ചു. കൊല്ലം അമൃതപുരിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയും ഭാര്യ അനഘ അർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി, വിശേഷങ്ങൾ പങ്കുവച്ചു. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള തന്റെ വഴികാട്ടിയാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ആത്മീയതയും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ പ്രവർത്തനങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ്. ആ നിസ്വാർത്ഥ സേവനം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെയും വലിയ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Only not the spirituality but the work Ma has done for the humanity itself is you cannot explain in the words. Words are falling short for this. What she has done for this, the people, the common people. In fact, that reflects her vision for the society and for the nation. She loves just human beings. ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അമ്മയെ കാണുന്നതെന്നും അമ്മയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വലിയ പരിവർത്തനമാണ് മനസ്സിലുണ്ടായതെന്നും ഗവർണറുടെ ഭാര്യ അനഘ അർലേക്കർ പറഞ്ഞു. God himself cannot come or goddess herself cannot come. People like Amma, they come on this earth, guide us, give us direction and give us inspiration to do the work. And I think that's a great thing when you are coming with empty hands and going with all these experience to the society, definitely you are fulfilled. ആശ്രമത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏറെ സമയം അമ്മയോടൊപ്പം ചിലവഴിച്ച ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഭാര്യ അനഘ അർലേക്കറും തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, കൊല്ലം. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്?
ഇന്നും തുടക്കം നേട്ടത്തിലാകാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഈ ഒരു നേട്ടത്തിൽ തുടക്കമുണ്ടായെങ്കിലും അവസാനം ആവുമ്പോഴേക്കും നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രവണതയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും അറ്റ വിൽപ്പനയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ അറ്റ വിൽപ്പനയിലേക്ക് തുടർന്നു. അത് വിപണിയെ താഴോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കാം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും ആഗോള സാഹചര്യങ്ങൾ അനുകൂലം തന്നെയാണ്. മിക്ക ആഗോള വിപണികളും US, യൂറോപ്യൻ വിപണികൾ പലതും നേട്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നലെയും US വിപണികളിൽ നല്ലൊരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. എങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു സമ്മർദ്ദത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയാണ്. വരും ദിവസങ്ങളിലും വിപണിയിൽ നേട്ടം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. ആദ്യപാദ പ്രവർത്തന ഫലങ്ങൾ ഈ മാസം പകുതിയോടുകൂടെ വന്നു തുടങ്ങും. ആദ്യം IT മേഖലയിലെ പ്രവർത്തന ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. IT മേഖലയിലെ പ്രവർത്തന ഫലങ്ങൾ അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ള ഒരു സൂചനയും വിപണിയിലുണ്ട്. പിന്നെ തുടർന്ന് വരുന്ന ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന ഫലങ്ങൾ, പ്രത്യേകിച്ചും HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ പ്രവർത്തന ഫലങ്ങൾ വിപണിയുടെ നീക്കത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 25,200, 25,800 എന്നുള്ള ഈ ഒരു നിലവാരത്തിൽ നീങ്ങാനാണ് സാധ്യത. വലിയൊരു നേട്ടം വിപണിയിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുമില്ല. ഈ ഒരു നേരിയ നിലവാരത്തിൽ വ്യാപാരം തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിവസത്തിന്റെ രണ്ടാം പകുതി നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകമായിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ജില്ലയിലെ മാധ്യമങ്ങളിലെയും പരസ്യ ഏജൻസികളിലെയും മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് എക്സലൻസ് പുരസ്കാരങ്ങൾ നൽകി. ആർദ്ര ശങ്കർ, ബിനീറ്റ ആൻഡ് രഞ്ജിത്ത്, ദീപ്ത AR എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രൈസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് C. നായർ പുരസ്കാരങ്ങൾ നൽകി. ക്ലബ് പ്രസിഡന്റ് ശ്രീജിത്ത് കടത്തനാട്, സെക്രട്ടറി KE ഷിബിൻ, ട്രഷറർ AR അരുൺ, രക്ഷാധികാരി N. രാജീവ്, ക്ലബ് അംഗങ്ങളായ PM മാത്യു, അനീഷ് കുമാർ, MV, സുനിൽ വർഗീസ്, ഗോപൻ C എന്നിവർ സംസാരിച്ചു. ഗ്യാസ് പൈപ്പ് ഇടാൻ കുഴിച്ച റോഡ് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ദുരിതത്തിലായി തിരുവനന്തപുരം ഇന്ദിരാനഗറിലെ നിവാസികൾ. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ അതിസാഹസികമായാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. തലസ്ഥാനത്തെ നഗരത്തിലെ ഒരു പ്രധാന റോഡാണിത്. ഇന്ദിരാനഗറിലെ ഈ റോഡിലൂടെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ അത് ഭാഗ്യമെന്ന് വേണം കരുതാൻ. ഇന്ദിരാനഗറിലെ നിവാസികൾക്ക് ഈ യാത്രാ ദുരിതം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. പല ആവശ്യങ്ങൾക്കുമായി കുഴിക്കുന്ന റോഡ് മാസങ്ങളോളം ഇതേ അവസ്ഥയിൽ തന്നെ തുടരും. ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത അവസ്ഥ. നടക്കാനും വണ്ടി വേറെ വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ റോഡ് ഇത്രയും വെട്ടിക്കുഴിച്ച് ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ഇത് ഇത്രയും സഹിക്കാൻ ഇത് ഹെലികോപ്റ്റർ വഴി പോകാൻ പറ്റുമോ? സ്കൂട്ടറുകളൊക്കെ കട്ടറിൽ കണ്ടിട്ട് മറിഞ്ഞിട്ടുണ്ട്. അതാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ള ആരും ഇല്ല ഇവിടെ. ഇടയ്ക്ക് കുറച്ചുള്ള സ്ഥലത്ത് അല്പം ടാറുണ്ട്. ആ ടാറിൽ ഈ മഡെല്ലാം കൂടെ കയറി കടന്നിട്ട് വണ്ടികൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളാണ് വീഴുന്നത്. വികസനത്തിന് എതിരല്ല, പക്ഷേ മാസങ്ങളോളം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും എത്രയും പെട്ടെന്ന് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ വർക്കുകളൊക്കെ തന്നെ നമുക്ക് അനിവാര്യമായതാണ്. എന്നിരുന്നാൽ പോലും വർക്കുകൾ അങ്ങ് നീണ്ടു പോവുകയാണ്. ഒരു 6 മാസമായി ഈ ജോലി തുടങ്ങിയിട്ട്. അവർ ഒരു സൈഡ് തോണ്ടി, പിന്നെ 2 സൈഡും തോണ്ടി. അപ്പോൾ ഇത് നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്. അതിന് നമുക്ക് കംപ്ലയിൻ്റ് ഇല്ല. എത്രയും പെട്ടെന്ന് തീർന്നു തരണമെന്നാണ് നമ്മളെല്ലാവരും, ഈ നാട്ടുകാരെല്ലാം നമ്മൾ തന്നെ ആശിക്കുന്നത്. ഇന്ദിരാനഗറിലെ ഈ റോഡിലൂടെ വാഹനമോടിക്കണമെങ്കിൽ യാത്രക്കാർക്ക് സർക്കസും വശമുണ്ടായിരിക്കണം. കാരണം അത്രയും സാഹസികമായി മാത്രമേ ഇതിലൂടെ വാഹനമോടിക്കാൻ സാധിക്കൂ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സർവ്വതും തവിടുപൊടി. യാത്രക്കാരുടെ ഈ ദുരിതത്തിന് എന്ന് പരിഹാരമാകും? ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 587 റൺസിന്റെ കൂറ്റൻ സ്കോർ. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഡബിൾ സെഞ്ചുറി. 311 പന്തുകളിൽ നിന്നാണ് ഗിൽ 200 റൺസ് പിന്നിട്ടത്. ഗിൽ 269 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജ പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് തകർച്ചയോടെയാണ് തുടങ്ങിയത്. 25 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടമായി. സാക്രോളി, ബെൻ ഡാക്കറ്റ്, ഒലി പോപ്പ് എന്നിവരുടെ വിക്കറ്റുകളാണ് വീണത്.
ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.